الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 3 അക്ഷരങ്ങളെക്കാൾ ഒരു അക്ഷരം വർധനവുള്ള സുലാസി രൂപങ്ങളെക്കുറിച്ചാണ്. സുലാസി മസീദ് ഫിഹിയാണ്. അതിൽ 3 ബാബുകളാണ് നമ്മൾ പറഞ്ഞത്. ആ 3 ബാബിൻ്റെയും പ്രത്യേകത അവകളുടെ മഅറൂഫായ മുലാരിയായ രൂപത്തിൽ മുലാറഅത്തിന്റെ അക്ഷരത്തിന് ലമ്മായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി പറയാൻ പോകുന്നത് 4-ാമത്തെ അധ്യായമാണ്. 4-ാമത്തെ അധ്യായം. 4-ാമത്തത് എന്ന് പറഞ്ഞാൽ ഇതിൽ 2 അക്ഷരം സായിദ് ഉണ്ടാവും. എത്ര അക്ഷരം? 2 അക്ഷരം സായിദ് ഉണ്ടാവും. ഇത് 5 എണ്ണമാണ്. ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് വരഞ്ഞ് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഒന്ന് തഫാഅല. ഫഅല എന്ന 3 അക്ഷരത്തിന് പുറമെ ഒരു താവും ഒരു അലിഫും അവിടെ അധികം വന്നു. രണ്ടാമത്തത് തഫഅല. 5-ാം ബാബ്. ടോട്ടലി ബാബുന്റെ എണ്ണം നോക്കുമ്പോൾ 5. രണ്ടാമത്തത് തഫഅല. ഇവിടെ ഫഅല എന്നതിന് പുറമെ ഒരു ഐൻ ഫീലും അധികം വന്നു, ഒരു താവും അധികം വന്നു. അടുത്ത നോക്കൂ നിങ്ങൾ. ഇൻഫഅല. ഇവിടെ അങ്ങനെ തന്നെ. തുടക്കത്തിൽ ഒരു അലിഫും ഒരു നൂനും അധികം വന്നു. 3 + 2 5. അടുത്ത നോക്കൂ നിങ്ങൾ. ഇഫ്തഅല. തുടക്കത്തിൽ ഒരു അലിഫും ഇടയിൽ ഫാഇന് ശേഷം ഒരു താവും അധികം വന്നു. അടുത്തത് ഇഫ്അല്ല. 5-ാമത്തത് ഇഫ്അല്ല. അവിടെ ഒരു അലിഫും തുടക്കത്തിൽ, അതുപോലെ അവസാനം ഒരു ലാമും അധികം വന്നു. ഇങ്ങനെ 5 അക്ഷരം ഉള്ളത്, 5 അക്ഷരമുള്ള സുലാസി മസീദ് ഫീഹി 5 എണ്ണമാണ്. ശേഷം നമ്മൾ 6 അക്ഷരം ഉള്ളത് പറയും. അത് 6 എണ്ണമാണ്. അത് നമുക്ക് പിന്നെ പറയാം. അപ്പോ 5 അക്ഷരമാണ് ഇവിടെ ഉള്ളത്. 2 എണ്ണം അധികം, 2 അക്ഷരം അധികം. അതുള്ളത് 5 എണ്ണമാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോട്ട് ചെയ്തോ? എവിടെ? ഫൈസ, ജുമാന. അപ്പൊ നോക്കുക. 4-ാമത്തത് 2 അക്ഷരം സായിദയുള്ളതിൽ നിന്നും 1-ാമത്തത് തഫാഅല. യതഫാഅലു. കേട്ടോ, അതിന്റെ മുദാറഅത്തിന്റെ അക്ഷരത്തിന് യാ തന്നെയാണ്. തഫാഅല യതഫാഅലു. തഫാഉലൻ. അതിന്റെ മസ്ദർ നോക്ക് നിങ്ങൾ. തഫാഉലൻ. മസ്ദർ തഫാഉലൻ. ഫഹുവ മുത്തഫാഇലുൻ. ഇസ്മു ഫാഇൽ മുത്തഫാഇലുൻ. വതുഫൂഇല. മജ്ഹൂൽ നോക്ക്. നേരത്തെ നമ്മൾ ഫാഅലന്റെ ഫൂഇല എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെ തഫാഅലന്റെ തുഫൂഇല. യുതഫാഅലു. മജ്ഹൂൽ, മുളാരി മജ്ഹൂൽ. യുതഫാഅലു. തഫാഉലൻ ഫഹുവ മുത്തഫാഅലുൻ. ഇസ്മു മഫ്ഊൽ. അൽ അംറു മിൻഹു തഫാഅൽ വന്നഹിയു ലാ തതഫാഅൽ. അൽ അംറു മിൻഹു തഫാഅൽ വന്നഹിയു ലാ തതഫാഅൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? രൂപം മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. തഫാഅല
യതഫാഅലു. അതിൻ്റെ ഒരു ഉദാഹരണം അതിൽ കൊടുത്തിട്ടുള്ളത് തബാഅദ. അത് ശരിക്കും അതിൻ്റെ മുജറദായ രൂപം ബഉദ എന്നായിരുന്നു. ബഉദ. ആ ബഉദ എന്നത് അതിൻ്റെ രൂപം വന്നപ്പോൾ ഇത് ഈ ബാബിലേക്ക് മാറ്റിയപ്പോൾ തബാഅദ എന്ന് വന്നു. വോയിസ് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ. ബഉദ നമ്മൾ പറഞ്ഞല്ലോ, മാലി ഫഅല വസനാണെങ്കിലും ഫഇല വസനാണെങ്കിലും ഫഉല എന്ന വസനാണെങ്കിലും ഒക്കെ ഇതിൻ്റെ സുലാസി മസീദ് ഫിഹിക്ക് ഒരൊറ്റ രൂപയേ ഉള്ളൂ. ഈ ബാബിലേക്ക് വരുമ്പോൾ അത് തബാഅദ എന്നാകും. സമിഅ എന്നാണെങ്കിലും തസാമഅ, അതുപോലെ കതബ എന്നാണെങ്കിലും തകാതബ, ജലസ, അലിമ എന്നാണെങ്കിലും തആലമ, അമില, തആമല. ഇങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യും? ഒറ്റ രൂപം തന്നെയുള്ളൂ. ഇതോടത്ത് നമുക്ക് സുലാസി മുജറദ് ഫഅല എന്നുമാകും, ഫഇല എന്നുമാകും, ഫഉല എന്നുമാകും. ഇവിടെ ഒറ്റ രൂപം തഫാഅല. ഒന്ന് സർഫാക്കിയാലോ? ഇനി എന്താ സർഫാക്കട്ടെ? തനാസറ. يتناصر تناصرا فهو متناصر فتنوصر يتناصر تناصرا فهو متناصر. الأمر منه التناصر والنهي لا تتناصر. ഓക്കെ. ഇനി പറയട്ടെ. തഖാറജ. കാശിഫ. തഖാറജ. ഖറജ എന്നാട്ടോ. തഖാറജ. ആ ആ ആ ആ ആ ഓക്കെ. തക്കാസല. ഫൈസ. തക്കാസല. ആ വാ തുക്കൂസില. ആ ആ തക്കാസുലൻ. അവിടെ തക്കാസുലൻ തന്നെ മസ്തറോ സെയിം വരിക. തക്കാസുലൻ ഫഹുവ ആ ആ നഹിയുല തത്തക്കാസുൽ. ഓക്കെ. ജുമാന. തദാഖല. തദാഖല. ആ നഹിയുല തത്തദാഖൽ. ഓക്കെ. ക്ലിയർ. അപ്പൊ ഇവിടെ ഇനി അതിന്റെ മാതി നമുക്ക് സർഫാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. തനാസറ, തനാസറ, തനാസറു, തനാസറത്തു, തനാസറത, തനാസർന, തനാസർത്ത, തനാസർത്തുമ, തനാസർത്തും, തനാസർത്തി, തനാസർത്തുമ, തനാസർത്തുന്ന, തനാസർത്തു, തനാസർന. ഇപ്പൊ യത്തനാസറു സർഫാക്കാണെങ്കിലും എങ്ങനെ സർഫാക്ക? നീത പറയട്ടെ.
തനാസറു നതനാസറു. അത് ലം വെച്ചിട്ടാണെങ്കിലോ, ആ മുലാരിയിൽ ലം വെച്ചിട്ട് കശിഫ. മുലാരിയിലല്ല ലം വരിക. ലം യതനാസർ, ലം യതനാസറാ, ലം യതനാസറു, ലം തതനാസർ, ലം തതനാസറാ, ലം യതനാസർന. മാറിപ്പോരുതേ. ലം തതനാസർ, ലം തതനാസറാ, ലം തതനാസറു, ലം തതനാസരി, ലം തതനാസറാ, ലം തതനാസർന, ലം അത്തനാസർ, ലം നതനാസർ. ഓക്കെ അല്ലേ? കാശിഫ വെറും തനാസറയിലല്ല, അത് മാദിയല്ലേ. ആ താ എന്തിന്റെ താ ആണ്? അത് സായിദയായ താ ആണ്, മുലാറത്തിന്റെ താ അല്ല. മുലാരിയാണ് എന്നുള്ളതിന്റെ അടയാളത്തിലുള്ള താവ് പറയണം. അപ്പൊ രണ്ട് താവ് വരും അവിടെ. അപ്പോ ഇനി ലന്ന് വെച്ച് വരികയാണെങ്കിലും ലയ്യതനാസറ, ലയ്യതനാസറ, ലയ്യതനാസറു, ലൻ തതനാസറ, ലൻ തതനാസറ, ലയ്യതനാസർന, ലൻ തതനാസറ, ലൻ തതനാസറ, ലൻ തതനാസറു, ലൻ തതനാസരി, ലൻ തതനാസറ, ലം തതനാസർന, ലം അതനാസറ, ലൻ നതനാസറ. ക്ലിയർ അല്ലേ? ഇനി ഇസ്മുഫായിലും ഒക്കെ, ഇസ്മുഫായിലും ഫായിദ സർഫാക്കിയ മുത്തനാസിറുൻ, മുത്തനാസിറുൻ എന്നതും സർഫാക്കിയ. ഫൈസ കേൾക്കണില്ല? എന്നാ നീ ഇത് സർഫാക്കെ. മുത്തനാസിറാനി, മുത്തനാസിറൂന, മുത്തനാസിറത്തുൻ, മുത്തനാസിറത്താനി. ഫൈസ ഓക്കെ അല്ലേ? എവിടെ കല്യാണ തിരക്കിലായോ? നമ്മളിവിടെ ഇവരോടെ കല്യാണം വേണ്ടില്ലേ? വരുമോ? ഇവർക്കൊക്കെ വരാലോ. ജുമാനൊക്കെ ഒരു ട്രെയിൻ കയറിയാൽ മതി. കണ്ണൂർ നേരെ പാലക്കാട് വന്നു. കാശിഫാനോട് പറ, കാശിഫ വരുമല്ലോ. കാശിഫാന നാട് നിങ്ങളെ നാട്ടിലാണ്, നമ്മൾ പാലക്കാട് ഭാഗത്താണ് ഉമ്മാൻ്റെ വീട് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ചെറിയ സിമ്പിളായ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഇസ്മല്ലേ, മുത്തഫായിലുൻ, മുത്തഫായിലാനി, മുത്തഫായിലൂന, മുത്തഫായിലത്തുൻ, മുത്തഫായിലത്താനി, മുത്തഫായിലാത്തുൻ. അതേപോലെ തന്നെ മുത്തനാസിറുൻ, മുത്തനാസിറാനി, മുത്തനാസിറൂന, മുത്തനാസിറത്തുൻ, മുത്തനാസിറത്താനി, മുത്തനാസിറാത്തുൻ. അവിടെ ഇനി മജ്ഹൂലും അത് ഞാൻ പറയുന്നില്ല. മജ്ഹൂലായതും അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചോദിക്കുന്നില്ല. നിങ്ങൾ അതേപോലെ മനസ്സിലാക്കി സർഫാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മളെ ഖുർആനിലൊക്കെ ഇത് കാണുന്ന സമയത്ത് നമുക്കൊന്നും കൂടി ക്ലിയർ ആവും. എല്ലാം ഒരേ അളവിൽ വന്നോളണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ പഠിക്കുന്ന മുഴുവൻ ബാബുകളും അതേ രൂപത്തിൽ എന്താ പറയുക, അതിൻ്റെ ബാഹുല്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാബാണ്, ഏത് സുലാസി മുജറദാണോ മസീദാണോ എന്നതും, എനിക്ക് റുബായി മുജറദാണോ റുബായി മസീദ് ഫിഹി ആണോ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അറിയണം. ഓക്കെ, അടുത്ത ഭാഗം കൂടി പറയാം, എന്നിട്ട് നമുക്ക് ഖുർആനിലേക്ക് പോവാം. അൽ ബാബുൽ ഖാമിസ് തഫഅല യതഫഅലു.
തഫഅല യതഫഅലു തഫഅുലൻ ഫഹുവ മുതഫഅിലുൻ വതുഫഉഇല യുതഫഅലു തഫഅുലൻ ഫഹുവ മുതഫഅലുൻ അൽ അംറു മിൻഹു തഫഅൽ വന്നഹിയു ലാ തതഫഅൽ. അംറ അവിടെ ഉണ്ടാക്കിയത് കണ്ടില്ല നിങ്ങൾ? ഇവിടെ തബാഅദന്റെ അംർ തബാഅദ് എന്നാ പറഞ്ഞു. തബാഅദ്. നഹി ലാ തതബാഅദ്. സർഫാക്കുമ്പോൾ തബാഅദ് തബാഅദ തബാഅദു തബാഅദി തബാഅദ തബാഅദ്ന. ലാ യത്തബാഅദ് നഹി ഹാദിർ ട്ടോ. ലാ യത്തബാഅദ് ലാ യത്തബാഅദ ലാ യത്തബാഅദു ലാ തതബാഅദ് ലാ തതബാഅദ ലാ യത്തബാഅദ്ന. ഇനി നഹി ഹാദിർ ആവുമ്പോൾ ലാ തതബാഅദ് ലാ തതബാഅദ ലാ തതബാഅദു ലാ തതബാഅദി ലാ തതബാഅദ ലാ തതബാഅദ്ന. അങ്ങനെ മറന്നുപോലെ. ഇത് തഫഅല എന്നാണ്. മറ്റേ തഫാഅല എന്നായിരുന്നു. ഇത് തഫഅല. ഉദാഹരണം നോക്ക്. തകസ്സറ തകസ്സറ യതകസ്സറു തകസ്സുറൻ ഫഹുവ മുതകസ്സിറുൻ വതുകസ്സിറ യുതകസ്സറു തകസ്സുറൻ ഫഹുവ മുതകസ്സറുൻ അൽ അംറു മിൻഹു തകസ്സറ വന്നഹ്യു ലാ തതകസ്സർ. നഹ്യു ലാ തതകസ്സർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കാം. തസമ്മല തസമ്മല. നമ്മുടെ ഇവിടെ പറയട്ടെ, നിത പറയട്ടെ. തസല്ലമ തസല്ലമ കേട്ടോ. നമ്മുടെ കാശിഫ് പറയട്ടെ. തസല്ലമ. തസല്ലമ തസല്ലും തസല്ലുമൻ. തസല്ലമ എന്നാട്ടോ. അതുകൊണ്ട് മീമും ലാമുമായിട്ട് മാറി, കുഴപ്പമില്ല. എന്നാലും സർഫാക്കിയത് ശരിയാണ്, അങ്ങനെ മാറിപ്പോരുത്. തസല്ലമ യതസല്ലമു തസല്ലുമൻ ഫഹുവ മുതസല്ലിമുൻ വതുസല്ലിമ യുതസല്ലമു തസല്ലുമൻ ഫഹുവ മുതസല്ലമുൻ അൽ അംറു മിൻഹു തസല്ലം വന്നഹ്യു ലാ തതസല്ലം. ഓക്കെ. തഖറജ ഫൈസ. തഖറജ് തഖറജ് ടാ മാറിപ്പോരുത്. തഖറുജ് എന്നല്ല, തഖറജ് വന്നഹ്യു ലാ തതഖറജ്. നമ്മളെ ജുമാനക്ക് ചെറുതൊന്ന്. തഅല്ലമ നമ്മളിപ്പോൾ കേൾക്കണം. തഅല്ലമ അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ ഇസ്മുഫായിലാകുമ്പോൾ അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിരിക്കും. ഇസ്മുഫായിലാണ സമയത്ത് അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിട്ടായിരിക്കും. അപ്പൊ മുതഅല്ലിമുൻ. പിന്നെ നമ്മളതിൻ്റെത് ഓരോ പാർട്സുകളും സർഫാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. തഫഅല തഫഅല തഫഅലു തഫഅലതു തഫഅലത തഫഅൽന.
യതഫഅലു യതഫഅലാനി യതഫഅലൂന മുതഫഇലുൻ മുതഫഇലാനി മുതഫഇലൂന മുതഫഇലത്തുൻ മുതഫഇലതാനി മുതഫഇലാത്തുൻ لا تتكسر لا تتكسرا لا تتكسروا لا تتكسري لا تتكسرا لا تتكسرنا ഈ അമ്രാകുമ്പോൾ തകസ്സർ തകസ്സറ തകസ്സറു തകസ്സരി തകസ്സറ തകസ്സർന. ക്ലിയർ അല്ലേ? എവിടെ? ആ കുറച്ച് അഭ്യാസം നോക്കി നോക്കാം. ഇതുണ്ടോ? ഇവിടെ ഉണ്ടോ? ലറബ. ലറബ എന്നത് സുലാസിയുൻ, മൂന്നക്ഷരമുള്ള ഫീലാണ്. മുജറദുൻ മുജറദാണ്. നൗഉഹു അതിൻ്റെ നൗഅ് ഫഅല യഫ്ഇലു എന്നാണ്. ലറബ യദ്രിബു എന്നല്ല പറയാം. അപ്പോൾ ഫഅല യഫ്ഇലു. അതേപോലെ ഇനി നമ്മൾ പറയണം കേട്ടോ. ജലസ ഒന്ന് പറയും. എങ്ങനെ പറയാം? അതേപോലെ കാശി പറയട്ടെ. അങ്ങനെ ആകുമ്പോൾ ഫഅല യഫ്ഇലു. അത് പറയണ്ടേ ഫഅല യഫ്ഇലു. ഓക്കെ ഓക്കെ. ഇനി തഫാഹമ. നീ ഇതാ പറയാം. തഫാഹമ മുജറദാണെങ്കിൽ ആ മുജറദാണെങ്കിൽ മുജറദ് എന്ന് പറഞ്ഞാൽ മതി. മസീദ് ഫീ ആണെങ്കിൽ മസീദും ഫീ എന്ന് പറയാം. ആ അതിലപ്പോൾ മസീദ് ഫീഹി ആകുമ്പോൾ ഇങ്ങനെ പറയണം. ഇതിൽ അടിപ്പട കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഹുറൂഫുഹു അസിയാദ ഹുറൂഫു സിയാദത്തി സിയാദത്തിൻ്റെ അക്ഷരങ്ങൾ ഫീഹി അതിലുള്ള സിയാദത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ എന്ന് പറയാം. അപ്പോൾ ഇസ്തഖറജയിൽ ഇപ്പോൾ അലിഫും സീനും താവുമാണ്. എന്നിട്ട് അതിൻ്റെ മുജറദുഹു ഖറജ അങ്ങനെ അങ്ങനെ പറയണം. എന്നാ പറയാം തഫാഹമ പറഞ്ഞ സുലാസിയുൻ മസീദു ഫീഹി ഹുറൂഫു സിയാദത്തി ഫീഹി പിന്നെ മുജറദു അതിന്റെ മുജറദ് രൂപത്തെ എന്താ? ഫഹിമ. ഓക്കെ യെസ് ഫഹിമ എന്നാണ്. ഫഹിമ എന്നതാണ് എന്ത് ചെയ്തത്? തഫാഹമ എന്നായി മാറിയത്. ഓക്കെ അടുത്തത് ജാഹദ. ഫായിസ് എന്ന് പറഞ്ഞു നോക്ക്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി, കിട്ടും. ആ ജഹദ. ഓക്കെ ജഹദ എന്നാണ് മുജറദ്. ഓക്കെ ഗുഡ്. അക്രമ. അക്രമ നമ്മുടെ ജുമാൻ എന്ന് പറഞ്ഞു നോക്ക്. അക്രമ ജുമാന അക്രമ എന്നുള്ളത് എന്താണ്? സുലാസി ആ മജീദ്. ഓക്കെ മജീദ് ബി ആണ്. പിന്നെ ഹുറൂഫ് സിയാദത്തി ഫീഹി സായിദയായ അക്ഷരം. അതിൽ അക്ഷരങ്ങളില്ല. അപ്പോൾ ഹർഫു സിയാദത്തി ഫീഹി അതിലുള്ള സായിദയുടെ അക്ഷരം ഏതാണ്? അക്രമ അലിഫ്. ഓക്കെ തുടക്കത്തിൽ അതിന്റെ മുജറദ് രൂപം എന്തായിരിക്കും വരിക?
പറയട്ടെ. അല്ലമ. കാശിഫ പറയട്ടെ. അല്ലമ. ആ ആ അലിമ. അലിമ എന്നുള്ളത് മുജറദ്. പിന്നെ നദിമ. നിദ. നിദ. ആ ഫഅയില യഫ്അലു. ഓക്കേ. നദിമ യൻദമു. ഇസ്തഫഹമ നമ്മൾ പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇസ്തഫഹമ? ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ പറ്റുമോ? ആ ആ ആ അലിഫും സീനും. ഓക്കെ. മുജറദ്. ഓക്കെ ഓക്കെ. അടുത്തത് തസൽസല. ഒന്ന് പറഞ്ഞു നോക്കി ആരാ? പറഞ്ഞതിലുണ്ട് അത്. തസൽസല ഉണ്ടോ? ഇത് റുബായി കേട്ടോ. സൽസല എന്നുള്ള റുബായിയാണ്. ഇത്തുമ അന്നിയും റുബായിയാണ്. അത് ഇടക്ക് വന്നു എന്നുള്ളൂ. ഈ റുബായി ശേഷം വരുന്നുണ്ട്. അത് അതിലേക്കൊരു വാതിൽ തുറന്നു വെച്ചതാണ് നമുക്ക്. അങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റും. പിന്നെ തബയ്യന. ആ കാശ്മീർ പറയട്ടെ. തബയ്യന. ഇർത്താഴ വരുന്ന ബാബുള്ളൂ, ഇത് പറഞ്ഞിട്ടില്ല. തബയ്യന പറ. ആ ആ ബാന. ബാന. ഓക്കെ. അടുത്തത് ഇൻതലക ഇഖ്തറഅ സൽസല. നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി ഈ പറയാൻ പോകുന്നതിൻ്റെ മസ്തർ പറയാനാട്ടോ. നമ്മൾ എടുത്തതിൻ്റെ മാത്രം പറഞ്ഞാൽ മതി. എല്ലാം എടുത്തിട്ടൊന്നുമില്ല. അതിൻ്റെ മസ്തർ പറയാം. യു അസ്സിസു എന്നാണ്. അത് നമുക്ക് എടുത്തതാണ്. അതിൻ്റെ മസ്തർ എന്താ വരിക? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഫഅല യുഫഇലു തഫ്ഈലൻ. കാശിഫ. ആ ഫൈസ. അസ്സസ യുഅസ്സിസു തഅസീസൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനിയോ യുദാഫിഉ. അതെന്തായിരിക്കും? യുദാഫിഉ. ഏത്? മുദാഫഅതൻ. മുദാഫഅതൻ. പിന്നെ ഒന്നുകൂടി ഉണ്ട് അതിൽ. മുദാഫഅതൻ കശിഫ. യെസ്. അപ്പൊ ദാഫഅ യുദാഫിഉ മുദാഫഅതൻ വദിഫാഅൻ. യെസ്. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടില്ല. അടുത്തതും പറഞ്ഞിട്ടില്ല. തനക്കറ. തനക്കറന്റെ മസ്തർ എന്തായിരിക്കും? ഫൈസ. തനക്കറ എന്ന് പഠിച്ച ഭാഗം.
തനക്കറ. ഫൈസ ജുമാന പറ. തനക്കറ. തനക്കറ. കാശിഫ് പറ. തഫഅല യതഫഅലു നമ്മളെന്താ പറഞ്ഞേ? തനക്കുറൻ ട്ടാ ജുമാന. തനക്കറ യതനക്കറു തനക്കുറൻ. ഫൈസ മാറിപ്പോരുതേ. തനക്കറ യതനക്കറു തനക്കുറൻ. മസ്തർ ആ ഇസ്മാണ് പറയുന്നത് നമ്മൾ മൂന്നാമത് പറയുന്ന മുതാരി കഴിഞ്ഞുള്ളൊരു. ഓക്കെ. അയ്യത. നിത പറ. അയ്യത. അയ്യത. ആ തഈദൻ. അയ്യദ യുഅയ്യിദു തഈദൻ. യെസ്. അടുത്തതിൽ പറയേണ്ടത് മാലിയും മുലാരിയുമായ ഫീല പറയുന്നത് കേട്ടോ. ഇത് മസ്തറ കൊടുത്തിട്ടുള്ളത്. മസ്തർ കൊടുത്തുക്കണു. അതിൻ്റെ മാലി എന്താണ്, മുലാരി എന്താണെന്നാണ് പറയേണ്ടത്. തഫ്കീറുൻ. തഫ്കീറുൻ എന്നാണ് മസ്തർ. അപ്പം അതിൻ്റെ മാലി മുലാരി എന്തായിരിക്കും? കാശിഫ് പറയട്ടെ. എല്ലാവരും ആലോചിച്ച് നോക്കുക. തഫ്കീറുൻ. ആ കാശിഫ. ഫക്കറ യുഫക്കിറു തഫ്കീറൻ. ഓക്കെ. യെസ്. പിന്നെ തറക്കുബുൻ. തറക്കുബ് ഇപ്പം നമ്മൾ പറഞ്ഞ ഭാഗമാണേ. തറക്കുബ്. നിത. തറക്കുബുന്നാണ് ഇതിൽ കൊടുത്തത്. നമ്മൾ തറക്കുബന്ന പഠിച്ചിട്ടുണ്ടാകുക. അത് നോക്കണ്ട, കാര്യമാക്കണ്ട. ഞങ്ങൾ സർഫാകുന്ന സമയത്ത് അവിടെ നെസ്ബും ജറും റഫും ഒക്കെ വരുമല്ലോ ഇസ്മിനിക്ക്. തറക്കുബെന്ന് കൊടുത്താലും തറക്കബ മുതാരി തറക്കബ യതറക്കബു. ഓക്കെ. പിന്നെ അടുത്തത് ഇസ്തിൻസാറ ഇല്ല. ഇബ്രാസുൻ. ഇബ്രാസുൻ ട്ടാ. ഇബ്രാസുൻ. ജുമാന പറയട്ടെ. ഫായിസ പറ. ഇബ്രാസുൻ. അയ്യോ അല്ലല്ലോ, ഒന്നുകൂടി ആലോചിക്കും. ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. സുലാസി മസീദ് ഫീയാണ്. ബറസ എന്ന് പറഞ്ഞാൽ 3 അക്ഷരമല്ലേ. സുലാസി മുജറദല്ലേ. ഇത് മസീദ് ഫീയാണ്. ഇബ്രാസ് എന്നുള്ളതിൻ്റെ ഇതെന്താ വരിക? മാലി എന്താ വരിക? ഇത് മസ്തറാണ്. ഇബ്രാസ് എന്നുള്ളത് ഇബ്രാസുൻ ഇബ്രാസൻ എന്നൊക്കെ പറഞ്ഞാൽ മസ്തറാണ്. പിന്നെ മാലി എന്തായിരിക്കും? എന്താ? നിത. ജുമാന. ജുമാന പറഞ്ഞ. നിത പറഞ്ഞ.
അബ്റസ യുബ്രിസു ട്ടാ. അബ്റസ യുബ്രിസു ഇബ്റാസൻ. അബ്റസ യുബ്രിസു ഇബ്റാസൻ. ജുമാനോ ഓക്കെ അല്ലേ? അതായത് നമ്മളിപ്പോൾ പഠിച്ച 5 സുലാസി മസീദ് ഫിഹിയുടെ സർഫാക്കുന്ന രൂപങ്ങളാണ് അപ്പോൾ നമ്മൾ പഠിച്ചത്. അതിൽ അബ്റസ യുബ്രിസു ഇബ്റാസൻ. അടുത്തത് മുഫാജഅത്തുൻ. മുഫാജഅത്തുൻ മസ്തറാണ്, 3 വെച്ചിട്ടൊരു മസ്തർ. മുഫാജഅത്തുൻ ഏതായിരിക്കും? കാശിഫ. മുഫാജഅത്തുൻ. ഫാജഅ യുഫാജിഉ. ഫാജഅ യുഫാജിഉ. ഓക്കെ. ഫാജഅ യുഫാജിഉ മുഫാജഅത്തുൻ. തദാറുക്കുൻ. ആരാ പറയാ? തദാറുക്കുൻ. തദാറക യതദാറകു എന്നതിന്റെ വസ്ത്രമാണ് തദാറുക്കുൻ. ഖുർആനിലേക്ക് ഒന്ന് പോയി നോക്കുക കുറച്ച് സമയം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അതിലുള്ള ഫീല് പറയൂ. തുർജഉ അതെന്താ? മാളിയാണോ മുദാരിയാണോ? മഅറൂഫാണോ മജ്ഹൂലാണോ? മജ്ഹൂൽ അല്ലേ? റജഅ യർജിഉ എന്നുണ്ടായ അതിന്റെ മജ്ഹൂലാണ് യുർജഉ, തുർജഉ. ഓക്കെ, അടുത്ത് നോക്കണേ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുമുൽ ഫാസിഖൂൻ. പറയും പേരുകൾ പറയും. ആദ്യം പേരുകൾ പറയും. ഏത്? ഉഖ്രിജത്. ഓക്കെ, പിന്നെ അടുത്ത പറഞ്ഞോളൂ. ഏതാണ്? തഅ്മുറൂന. പിന്നെ തൻഹൗന. പിന്നെ തുഅ്മിനൂന. പിന്നെ കുൻതും. ഓക്കെ, ആദ്യം പറയാൻ പറ്റും. പിന്നെ ലക്കാന. ഓക്കെ, പിന്നെ ലക്കാന എന്നുള്ളത് ലാ അല്ല കാന കേട്ടോ. പിന്നെ ഇത്രേ ഉള്ളൂ. ഏത്? അക്സറുഹും എന്നോ? പച്ചോനെ, അക്സറു എന്നുള്ള ഏത് ഫീല? നിസ്മാണ്. അത് അക്സറ എന്നുള്ളതല്ല കേട്ടോ. അത് അക്സറു എന്ന് പറയില്ല നമ്മള്. അക്സറ യുക്സിറു എന്ന് പറയാം. അതിന്റെ മുതാരിയാണെങ്കിൽ ഉക്സിറു എന്ന് വരിക. ഇത് അക്സറു എന്നുള്ള ഇസ്മ. അലു എന്നൊക്കെ പറയാം. അലു തഫ്ദീല്. അഷ്റഫു
അസ്റഫുൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റഫുൽ ഖൽഖാണ്. അങ്ങനത്തെ അതാണ് ഇസ്മു തഫ്ദീലാണ്. ഒന്നും കൂടി ഉണ്ടായില്ല. ആമന അവിടെ ആമന ആമന അതില് ഇസ്മു മഫൂലും ഇസ്മു ഫായിലും ഉണ്ട്. പറയാൻ പറ്റുമോ? ഇസ്മു ഫായിലും ഇസ്മു മഫൂലും ഉണ്ട്. പുറത്ത് പറയണേ, ഇവിടെ നല്ല മഴ, നിങ്ങൾ പറയണം കേൾക്കുന്നില്ല. ഏതാ? ഇസ്മു ഫായിലും ഉണ്ടായില്ല, ഇസ്മു മഫൂലും ഉണ്ട്. പറഞ്ഞോ. രണ്ട് ഇസ്മു ഫായിലും രണ്ട് ഇസ്മു മഫൂലും ഉണ്ട്. സുലാസിയുടെ ഉണ്ട്, സുലാസി മുജറദിന്റെ ഉണ്ട്, സുലാസി മജീദ് ഫീന്റെ ഉണ്ട്. ആരാ അത് പറയാൻ ധൈര്യമുള്ള ആളുകൾ ആരാ? ആർക്കും പറയാട്ടോ, പേര് ഞാൻ വിളിക്കണില്ല. അപ്പൊ ആരും പറയില്ല അല്ലേ? ഏത്? ഉമ്മത്തോ? അതെന്തിന്റെ സുഫായില ഉമ്മത്ത് എന്നുള്ളത്? ഏത് ഏത്? ഒന്നുകൂടി പറ, ഉറക്കെ പറ. പറയില്ല. മുഅ്മിനൂന, മുഅ്മിനുൻ, മുഅ്മിനാനി, മുഅ്മിനൂന. അത് ഇസ്മു ഫായിലാണ്. മുഅ്മിനുൻ, മുഅ്മിനാനി, മുഅ്മിനൂന. ഒരു ഇസ്മു ഫായിലായി. ഇനി ഒരു ഇസ്മു ഫായിലും രണ്ട് ഇസ്മു മഫൂലും ഉണ്ട്. ഫാസിഖൂന, ഫാസിഖുൻ, ഫാസിഖാനി, ഫാസിഖൂന. പിന്നെ പറഞ്ഞോളൂ. ഇനി രണ്ട് ഇസ്മു മഫൂൽ ഉണ്ടായി. ഒന്നാമത്തെ വരിയിലും രണ്ടാമത്തെ വരിയിലും ഉള്ളത് ആയത്തിന്റെ ഇതൊക്കെ ക്ലൂവാണ് പറയുന്നത്. ഇസ്മു ഫായില, മുദാരിയ ഫീലല്ലേ? ഒന്നാമത്തെ വരിയിലും രണ്ടാമത്തെ വരിയിലും ഉണ്ട്. ഇത്രയൊക്കെ ക്ലൂ തന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ല പറഞ്ഞാല് പൈസ കന്നാസാണ്. മഫ്ഊല് എന്ന് പറയുന്ന ഒരു രൂപത്തിൽ അവിടെ വന്നിട്ടില്ലേ? കത്തബന്റെ ഇസ്മു മഫ്ഊൽ എന്താ? കത്തബന്റെ ഇസ്മു മഫ്ഊൽ എന്താ? മക്തൂബ്. ദഖലന്റെ മദ്ഖൂല്, ഖറജന്റെ മഖ്റൂജ്, നസറന്റെ മൻസൂർ. അതേ രൂപത്തിൽ ഒരു പദയിൽ വന്നിട്ടില്ല? നോക്ക് നിങ്ങള്. മഅറൂഫ്, അരിഫ യഅറഫു, അതിൻ്റെതാണ് മഅറൂഫ് ഇസ്മു മഫ്ഊല്. എന്താ നിങ്ങൾ ഓർക്കാത്തത്? സുലാസി മുജറദല്ലേ? ഇനി വേറെ ഒന്നും കൂടി ഉണ്ട്, അതിലല്ല അടുത്ത വരിയില്. എങ്ങനെ ലിന്നാസി എന്നൊക്കെ എങ്ങനെ ഇസ്മു മഫ്ഊലാണ്? ഏത് ഫീലിന്റെ ഇസ്മു മഫ്ഊലാണത്? ഫീലിൽ നിന്നാണ് ഇസ്മു ഫായിലും ഇസ്മു മഫ്ഊലൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് അരിഫ എന്നുള്ള ഫീലിൽ നിന്ന് മഅറൂഫ് ഉണ്ടായി, ആമന എന്നുള്ള ഫീലിൽ നിന്ന് മുഅ്മിനും ഉണ്ടായി, ഫസഖ എന്നുള്ള ഫീലിൽ നിന്ന് ഫാസിഖും ഉണ്ടായി. പിന്നെ എങ്ങനെ ലിന്നാസ് അതുപോലെ ഉമ്മത്തൊക്കെ ഇസ്മു ഫായിൽ എങ്ങനെ വരിക? കാശിഫ മാന്റെ പേരല്ലേ അല്ലേ? എങ്ങനെ ഇപ്പൊ നമ്മളത് ഒഴിവാക്കാൻ, മാനെ ഒഴിവാക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആൾക്കല്ലേ? അത് വേണ്ട, ഇവിടെ വാ. എന്നാ പറ, ഒന്നുകൂടി ഉണ്ടായില്ലേ?
ഏതാണ്? മുൻകറ ഇതല്ലേ? ആ, മുൻകർ. മുൻകർ എന്തിന്റെ സ്മഫൂല? എന്തിന്റെ സ്മഫൂല മുൻകർ? ഏത് ഫീലിന്റെ? നിങ്ങൾ ഇസ്മഫൂല് എന്ന് പറഞ്ഞ അത് ഏത് പദത്തിന്റെ ഏത് ഫീലിന്റെ എന്നാണ് ചോദിക്കുന്നത്. അൻകറ യുൻകിറുന്റെ ഇസ്മഫൂലാണ് മുൻകർ. ഇതിന്റെ അൻകറ യുൻകിറു ഇസ്മഫൂല്. ഇത് സാധാ ഫീല് ഫായില് മഫൂല് നല്ലപ്പോ ഞാൻ ചോദിച്ചത്. ഞാൻ ലഫ്ല ചോദിച്ചത്, നഹവല്ല. നഹവിലേക്ക് എത്തിയിട്ടില്ല. സർഫിന്റെ ഭാഗപ്പ ഞാൻ ചോദിക്കുന്നത്. അത് ഇസ്മുഫായിലാണ്. എന്തിന്റെ ഇസ്മുഫായില്? അത് ഇസ്മഫൂലാണ്. എന്തിന്റെ ഇസ്മഫൂൽ? അങ്ങനെ ഇപ്പൊ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ക്ലിയർ അല്ലേ? ഇതാ അതായത് നമ്മളിപ്പോ ലഫ്ലല്ലേ ചർച്ച ചെയ്യണേ. നമ്മളിപ്പോ ലഫ്ല ചർച്ച ചെയ്യണേ, സർഫാണ് ചർച്ച ചെയ്യണേ. സർഫിന്റെ ലഫ്ലുകളാ ചർച്ച ചെയ്യണേ. അപ്പൊ പിന്നെ ഇറാബിനെ കുറിച്ചല്ല. ശരിക്കും തൻഹൗന അനിൽ മുൻകർ എന്നുള്ളത് അതിന്റെ മഫൂലാണ്. ഇസ്മു മഫൂൽ എന്നല്ല അതിന് പറയാം, സാധാ മഫൂൽ എന്നാ പറയാം. അത് സാധാ ഇസ്മു മഫൂലായിട്ട് വരും. ഇത് നമ്മൾ ഇസ്മു മഫൂലാകുമ്പോ ഒരു ഫീലിന്ന് പിടിക്കണതായിരിക്കും. ഖത്തബന്റെ മക്തൂബ്, അലിമന്റെ മഅലൂമ്, അമിലന്റെ മഅമൂല്, ഇങ്ങനെ ഓരോ ഇതൊന്നും എന്തായിരുന്നായിരിക്കും പിടിക്കുന്നതായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നിത, കാശിഫ, ഫൈസ, ഇമാന. അതായത് ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഫിഅലിനെ കുറിച്ച്, സർഫിനെ കുറിച്ചാണ്. ഈ നഹ്വിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഉമ്മത്ത് എന്നുള്ളത് മഫൂലായിട്ട് വരും, നാസ് മഫൂലായിട്ട് വരും, ഒക്കെ വരും, ഫായിലും വരും, ഒക്കെ വരും. നമ്മളിപ്പോ അതിനെ കുറിച്ചല്ല. നമ്മളിപ്പോ ഈ പദങ്ങൾ, ഈ പദം ഇതിന്റെ ബേസ് എന്താണെന്നാ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മള് കുൻതും എന്നുള്ളത് ഫീല് പറഞ്ഞു, ഖുരിജത്ത് ഫീല് പറഞ്ഞു, തഹ്മുറൂന്റെ ഫീല് പറഞ്ഞു, അങ്ങനെ കുറെ ഫീലുകൾ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇസ്മു മഫൂലും ഇസ്മു ഫായിലും ഉണ്ട്. അത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ അത് മുൻകർ, അൻകറ യുൻകിറു ഇൻകാറൻ, മുൻകിറുൻ, അത് ഇസ്മു ഫായില്. മുൻകിറുൻ ഉൻകിറ യുൻകറു ഇൻകാറൻ മുൻകറുൻ, അത് ഇസ്മു മഫൂൽ, മുൻകറുൻ. അതുപോലെ മഅറൂഫ്, ഫാസിഖുൻ ഫാസിഖാനി ഫാസിഖൂന, മുഅ്മിനുൻ മുഅ്മിനാനി മുഅ്മിനൂന. മുഅ്മിനുൻ മുഅ്മിനാനി മുഅ്മിനൂന. ക്ലിയർ അല്ല? ഓക്കെ അല്ലേ? അപ്പൊ സർഫിന്റെ, ഞാൻ നഹ്വ് ചോദിക്കൂല എന്നല്ല, സർഫിന്റെ ഭാഗത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ചോദ്യം ഇങ്ങനെയൊന്ന് മനസ്സിലാക്കണം കേട്ടോ. സമയമായി, പറ്റി നമുക്ക് നാളെ പറയാം. നിങ്ങൾ ഈ പേജ് ഒന്ന് നോക്കി വെക്ക്. പേജ് ഏതായിരുന്നു? 64-ാമത്തെ പേജ് കേട്ടോ. ഈ പേജിലെ ഒന്ന് നോക്കിയിട്ട് വരും നാളെ. ഈ പേജ് മൊത്തം 64-ാമത്തെ പേജ്. എന്നിട്ട് ഇതില് ഈ പറഞ്ഞ പോലെ ഇസ്മു ഫായില്, ഇസ്മു മഫൂല്, മാദി, മുദാരി, അംറ്, നഹ്യ്, നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നാളെ പരിശോധിച്ച് നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഖുർആൻ സ്ക്രീനിൽ നോക്കാം. നിങ്ങൾ കുഴപ്പമില്ല, നീ നോക്കാം. ഓതണം എന്നില്ല, ദിക്ർ എന്നുള്ള ഓതിയാൽ മതി. പറ്റാത്തവരാട്ടം കിട്ടാം. പറ്റാത്ത സമയമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റേ ഈ രൂപത്തിൽ ഫോണിൽ ഖുർആൻ എടുത്ത് നോക്കണ്ട. പറ്റാത്തവർ ഫോണിൽ സ്ക്രീനിൽ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സൂക്ഷ്മത അങ്ങനെ സ്ക്രീനിലും തൊടാതിരിക്കലാണ്. നോക്കാതിരിക്കുന്നതിനെ കുറിച്ചല്ല, തൊടാതിരിക്കലാണ്. അത് സൈഡിൽ കൂടെ തൊട്ടാണ്, എഴുത്തുള്ള ഭാഗത്ത് അല്ലാത്ത സൈഡിൽ കൂടെ തൊട്ടാണ്. അത് നോക്കി വരികയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണെന്ന് പറയാം. ഓക്കെ, എന്നാ ശരി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലിഹി വസല്ലം.